പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ. ബൈബിളിലെ 4 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 പുസ്തകങ്ങളിൽ യേശു ക്രിസ്തുവിനെ സ്നേഹത്തിൻ്റെ ഉറവിടമായി വെളിപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ, മത്തായിൽ, മർക്കോസിൽ, ലൂക്കോസിൽ, യോഹന്നാനിൽ വച്ചു പറഞ്ഞ പ്രവചനത്തെ അഥവാ നിയോഗത്തെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ സുവിശേഷങ്ങളിൽ വെളിപ്പെടുത്തിയത് ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തിയിൽ വെളിപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി. അവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നു. അഗ്നിയാൽ പിളർന്നിരിക്കുന്ന നാവുകൾ അവിടെ പ്രത്യക്ഷമാകുന്നു. 3-ാം അധ്യായങ്ങൾ മുന്നോട്ട് കയറുമ്പോൾ, വീണ്ടും അപ്പോസ്തല പ്രവൃത്തിയിൽ മുന്നോട്ടുള്ള യാത്രകൾ ആരംഭിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ ദൈവം വീണ്ടെടുക്കുകയാണ്. മറ്റ് സുവിശേഷങ്ങളിൽ കാണാതിരുന്ന ചില വ്യക്തിത്വങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. അനന്യാസിനെ ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ പലരെയും അപ്പോസ്തല പ്രവൃത്തിയിൽ പുതിയതായി പരിചയപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് റോമാ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസിന്റെ ആഴമായ വെളിപ്പാടുകൾ വെളിപ്പെട്ടു വരികയാണ്. 1-2 കൊരിന്ത്യരിൽ ശക്തമേറിയ ക്രിസ്തുവിനെ പറ്റിയുള്ള ആഴമായ വെളിപ്പാടുകൾ വെളിപ്പെടുന്നു. ഗലാത്യ ലേഖനത്തിൽ നാം കാണുന്നത് ക്രിസ്തുവിനെ പറ്റിയുള്ള, ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നു. ഒന്നും കൂടെ പറഞ്ഞാൽ, എങ്ങനെ ഒരു ദൈവ പൈതൽ ജീവിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, ക്രിസ്തുവിലുള്ള ഫലത്തെ പറ്റിയും ജഡത്തിൻ്റെ ഫലങ്ങളെ പറ്റിയും ഗലാത്യ ലേഖനത്തിൽ വെളിപ്പെടുത്തുകയാണ്. കൊലോസിയരിലും 1 തെസ്സലോനിക്കരിലും 2 തെസ്സലോനിക്കരിലും 1 തീമോഥെയോസിലും 2 തീമോഥെയോസിലും തീത്തോസിനും ഫിലോമോനും എബ്രായർക്കും എഴുതുമ്പോൾ ഒരു വാക്ക് ഞാൻ അവിടെ നിർത്തി പറയുന്നു. ഇവിടെയെല്ലാം ക്രിസ്തുവിലൂടെയുള്ള ആഴമായ വെളിപ്പാടിനെ ഉറപ്പിച്ച് പൗലോസ് പറഞ്ഞു തുടങ്ങുകയാണ്. 1-2 പത്രോസ് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തെ പറ്റി ആഴമായി വെളിപ്പെടുത്തുകയാണ്. 1 യോഹന്നാനും 2 യോഹന്നാനും യൂദയിലും വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാനൊരു വാക്ക് ശക്തമായി പറയാം. യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന തൻ്റെ കാന്തയെ ചേർക്കുവാൻ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ, ഈ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനെ അവിടെ എടുത്ത് യോഹന്നാൻ കണ്ട യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടെന്ന് പറഞ്ഞ് യോഹന്നാൻ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ, ഇതിൻ്റെ അകത്ത് 1-ാം അധ്യായം മുതൽ അവസാനം വരെയുള്ള അധ്യായങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിൽ സഭയെപ്പറ്റി രേഖപ്പെടുത്തി. സഭ ഇന്നത്തെയും അവസ്ഥയെപ്പറ്റി യോഹന്നാൻ വെളിപ്പെടുത്തി കാണിക്കുന്നു. യോഹന്നാനിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഈ വാക്കുകൾ ഞാൻ അടിവരയിടുന്നതിന് മുമ്പ് ഞാനൊരു സംഭവം പറയുന്നു. യേശു ക്രിസ്തു സ്നേഹത്തിൽ തുടങ്ങി വെച്ചത് ഭയത്തിൽ കൊണ്ടല്ല അവസാനിപ്പിച്ചത്, കല്യാണത്തിൽ കൊണ്ടാണ് അവസാനിപ്പിച്ചത്. പലരും ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിനെ സ്നേഹത്തിൽ പറഞ്ഞിട്ട് അവസാനം ഭീകരത വെളിപ്പെടുത്തുവാൻ, ക്രൂരത വെളിപ്പെടുത്തുന്ന യേശുവിനെ പറ്റി പറയുന്നു. അല്ല, ക്രൂരനായ യേശുവിനെ അല്ല വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നത്. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു നല്ലവനായ കർത്താവിനെ അവൻ നമുക്ക് വേണ്ടി വരുന്നു എന്ന് വിളിച്ചു കാണിക്കുന്നു, വരച്ച് കാണിക്കുന്നു. ഒരുങ്ങിക്കൊള്ളുക, കർത്താവ് വരാൻ സമയമായി. നിന്റെ ഭാരവും പ്രയാസവും സ്നേഹവാനായ യേശു ക്രിസ്തുവിലൂടെ പരിഹരിക്കപ്പെടും. അവൻ നിന്റെ വിഷയത്തിന് വിടുതൽ തരും. ഗോഡ് ബ്ലസ് യു.